ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇവിടെ പരിപാടി പാക്കിംഗ് ആണോ, പോവാണോ? ഏ തുടങ്ങിയില്ല? തുടങ്ങിയില്ലേ? എടുത്തു വെച്ചില്ല ബാഗിനകത്ത്? വെളിയിൽ നിന്ന് എടുക്കാനുണ്ടോ ഡ്രസ്സ്? അത്രേ ഉള്ളൂ. അത്ര കൊണ്ടേ മതി. എല്ലാം അവിടെ ഇരിക്കുമല്ലേ? എല്ലാ പ്രാവശ്യവും വെക്കേഷൻ വരുമ്പം എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വാങ്ങിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത്തവണ അത് കിട്ടിയില്ല, അതിൻ്റെ പ്രതിഷേധമാണ്. ഹലോ, എന്നതൊക്കെ എല്ലാവർക്കും വിശേഷങ്ങൾ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, സൂപ്പറായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അനിയത്തി കൊച്ച് ഒരു മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടല്ല, ഇന്നലെ തൊട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും പിന്നെ അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇന്നും രാവിലെ തൊട്ട് ഇങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. പിന്നെ ഒരുക്കിപ്പറക്കി വിടണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായാലും ഒരു വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഒരു വ്ളോഗ് ആക്കിയേക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ചെറുതായിട്ട് നേരത്തെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ചെറിയ രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. അമ്മച്ചി രാവിലെ നല്ല കള്ളപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പം വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് ഒരാളാണെങ്കിൽ ഇന്നലെ തൊട്ടേ ഭയങ്കര ഷോക്ക് അടിച്ച് നടക്കുകയാണേ. മെയ് ലാസ്റ്റ് വീക്ക് തന്നെ തിരിച്ച് പോകേണ്ടതായിരുന്നു. പക്ഷേ മഴയൊക്കെ പെയ്ത് സീനായിരുന്നത് കൊണ്ട് ലീവ് ഒന്നുകൂടെ ഒരു 1 വീക്കിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയതായിരുന്നു കേട്ടോ. എനിക്കും ചെറിയൊരു വിഷമം ഇല്ലാതില്ല. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ട്, പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇവിടെ വിട്ടിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. കാരണം ഇവള് എപ്പോൾ വന്നാലും ഞങ്ങൾ ഒന്നിച്ചാണ് കിടക്കുന്നത്, ഫുഡ് കഴിക്കുന്ന ഒന്നിച്ചാണ്. പിന്നെ എന്ന പരിപാടി ഉണ്ടെങ്കിലും ഒന്നിച്ച് തന്നെ ആയിരിക്കും. അത് പണ്ട് തൊട്ടേ ഞങ്ങൾ നല്ല ബോണ്ടായിരുന്നേ. അപ്പം പ്രായത്തിൻ്റെ വ്യത്യാസം നല്ലോണം ഉണ്ടെങ്കിലും, പ്രായമൊന്നും പറയുന്നില്ല, എന്നാലും പ്രായത്തിൻ്റെ വ്യത്യാസം നല്ലോണം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി നിൽക്കുന്നവരാട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വന്നു പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമാണ്. തന്നെയുമല്ല, ഒത്തിരി നാൾ കൂടിയാണ് ഇങ്ങനെ 1 മന്തിലേക്കൊക്കെ ഒരു ഫ്രീ ആയിട്ട്. അതല്ലെങ്കിൽ ഇതിപ്പം ലാസ്റ്റ് ഇയർ ആണ്, കോഴ്സ് കഴിയാറായി. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാമും ഒക്കെ ആയിട്ട് കോഴ്സ് കഴിയും. എന്നാലും ഒരു 6 മാസം കൂടെ ഉണ്ട്. പക്ഷേ മുമ്പൊക്കെ ലീവിൽ വന്നിരുന്നെങ്കിലും എന്തെങ്കിലും അസൈൻമെൻറ്റ്സും പ്രോജക്റ്റും അല്ലെങ്കിൽ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് അവളും ബിസി ആയിരിക്കും. അപ്പോൾ ഇത്തവണ ഇങ്ങനെ ലോങ് ലീവ് ഇങ്ങനെ ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വന്നതുകൊണ്ട് ഞാനും കുറച്ച് അങ്ങോട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ഈ ഒരു പെട്ടി വേണമെന്ന് പറഞ്ഞു. എൻ്റെ ട്രോളി ബാഗ്, ഇത് ഞാൻ എൻ്റെ ഉപയോഗിക്കാത്ത ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരുപാട് ഇട്ട് പഴകിയതാണ്. പക്ഷേ ഇത് ആർക്കെങ്കിലും കൊടുക്കണോ, ഒത്തിരി കളർ പോയതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ലതൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രോളി ബാഗ് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് തൂത്തു അടിച്ച്, നല്ല പൊടിയായിരുന്നു, ഉപയോഗിക്കാതെ വെച്ചിരുന്നല്ലേ, നല്ല പൊടിയായിരുന്നു. അപ്പോൾ അതൊന്ന് തൂത്തു അടിച്ചെടുത്തു. തൽക്കാലത്തേക്ക് ഞാൻ ബെഡിൽ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയതാണ് ഇത്. ഇങ്ങനൊരു സാധനം ഉണ്ടെന്നേ ഞാൻ മറന്നു പോയായിരുന്നു. ഇതൊരു വൂളൻ മഫ്ലറാണ്. ഇതപ്പോൾ അമ്മച്ചിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വെളുപ്പിനെയൊക്കെ രാത്രിയിലൊക്കെ ട്രാവൽ പോകുമ്പം അമ്മച്ചിക്ക് വണ്ടിക്കകത്തിരുന്ന് തണുക്കുവേ. അപ്പോൾ അത് ഇടാലോ, അല്ലെങ്കിൽ പുതച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അമ്മച്ചിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഉള്ളതല്ല, അതിനകത്ത് ചേട്ടായുടെ ഉള്ളൂ, പിന്നെ എൻ്റേതാണെങ്കിൽ അയ്യോ, നീ ഇത്രയും കൊണ്ടായാൽ മതി. എല്ലാ തവണയും വന്നിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള പാക്കിങ്ങിൻ്റെ ഇടയിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അടി ഉണ്ടാവാറുണ്ട്. കാരണം ഞാനാണെങ്കിൽ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് എല്ലാ ദിവസവും എനിക്ക് ഓഫീസിലിടാൻ വേണ്ടിയിട്ട് ഫോർമൽ വെയർ നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, എല്ലാം ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പെട്ടിക്കകത്താക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ഇടാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ ചൂട് കാലാവസ്ഥയിൽ ഇടാൻ പറ്റത്തില്ല. എല്ലാം ഈ ഹൈനെക്കും ഫുൾ സ്ലീവും അതുപോലെ ബനിയൻ ടൈപ്പും വൂളൻ ടൈപ്പും ഈ സ്വെറ്റ് ഷർട്ടില്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഇട്ടുകൊണ്ട് നടക്കാൻ ഇച്ചിരി ചൂടെടുക്കും. അതുകൊണ്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ച് ഇനിയും ഉപയോഗിക്കണമല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇതുപോലെ എൻ്റെ പെട്ടി എല്ലാം എടുത്ത് പരിശോധിച്ച് ഏതൊക്കെയാണോ കൊണ്ടുപോകേണ്ടതൊക്കെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ എടുത്തെടുത്ത് എനിക്ക് ഇടാൻ നല്ല ഡ്രസ്സൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ പേരിലാണ് എപ്പോഴും അടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നത് എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, അതൊക്കെ എടുത്ത് ഇട്ട് ഉപയോഗിച്ചൂടെ എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഇങ്ങനെ സ്റ്റൈലിഷ് ഫോർമൽ ഡ്രസ്സൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഡ്രസ്സുകളാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്യാറുമില്ല കൂടുതൽ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനിങ്ങനെ എന്നോട് പറയും എനിക്ക് നല്ല ഡ്രസ്സൊക്കെ വേണ്ട ഇടാൻ, അതുകൊണ്ട് നീ എല്ലാം പെറുക്കിക്കൊണ്ട് പോകാതെ എന്നൊക്കെ ഞാനിങ്ങനെ പറയും കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 2-3 പെൺപിള്ളേരൊക്കെ ഉള്ള എല്ലാ വീടുകളിലെയും അവസ്ഥ
അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പറഞ്ഞ പോലെ ഞാനും ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അവളുടെ ഡ്രസ്സ് തന്നെയാണ്. ഇതിനിടയ്ക്കെല്ലാം ഒരു ഡയലോഗ് ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോ, എന്നാലും അതൊക്കെ രസമല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ. ഞാൻ അറിവായതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഒരു അനീതിനെ കിട്ടുന്നത്. അതായത് അവളുണ്ടാവുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അതായത് എനിക്ക് അറിവായതിന് ശേഷം. അപ്പോൾ ആ ഒരു പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മനസ്സുകൊണ്ട് ഒരു അമ്മയായ കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഭയങ്കര ഒരു പുകില് പിടിച്ചൊരു കഥയാണ് കേട്ടോ. കാരണം ആ ഒരു സമയത്ത് അവളുണ്ടാവുമ്പോൾ ഉള്ള അമ്മച്ചിയുടെ മാനസികാവസ്ഥയും ആ ഒരു എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയായിരുന്നു അതിനെ എടുത്തത് എന്നുള്ളതും ഒക്കെ ഒരു കഥയായിട്ട് തന്നെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. പാക്ക് ചെയ്യല്ല, പ്രിപ്പയർ ചെയ്യുവാണ്. അച്ചാർ ഓൾറെഡി പാക്ക് ചെയ്ത്, അച്ചാർ നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ ഇട്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ചൂടൊന്നും മാറത്തില്ലല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ വൈകിട്ടിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും അതെല്ലാം ഡപ്പയിലാക്കി നന്നായിട്ട് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതിനിടയ്ക്ക് മുടി ഒന്ന് ലെവലാക്കണം എന്നൊരാലോചന. ലെവലാക്കാനല്ല, ലെങ്ത് കുറച്ചൊന്ന് കുറയ്ക്കാൻ. ഇവൾക്ക് നല്ല ലെങ്തും വോളിയും ഒക്കെ ഉള്ള നല്ല ഹെയർ ആയിരുന്നു കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് വീട്ടിൽ നിന്ന് മാറി കാലാവസ്ഥയും വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലോണം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന സമയത്ത് കോവിഡിൻ്റെ ഒക്കെ സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് മുടി കട്ട് ചെയ്യാതെ സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ ജസ്റ്റ് അടിയിൽ കൂടെ ഒന്ന് ലെവൽ ചെയ്യുന്നല്ലാണ്ട് ലെങ്ത് കുറച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ആ സമയത്ത് ഇവൾ ഫസ്റ്റിലെ ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്താണ് ലെങ്ത് ഭയങ്കരമായിട്ട് അങ്ങ് കുറച്ച് വിട്ടത്. കാരണം ഹോസ്റ്റൽ ലൈഫൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടല്ലേ. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പാക്ക് ഇടാം, താളിയൊക്കെ ഇടാം. അങ്ങനെ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, നല്ല ഹെയറും ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവരുടെ യൂണിഫോമിൻ്റെ കൂടെ ഹെയർ ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെക്കണം, ആ ഒരു സ്റ്റൈലാണ്. അപ്പോൾ നീളമുള്ള ഹെയറും ഉള്ളും കൂടെ ഉള്ളപ്പോൾ അത് ഇച്ചിരി പാടല്ലേ, അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് ലെങ്ത് കുറച്ച് വിട്ടതാണ് കേട്ടോ. പിന്നെ ഇവൾക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വിടുന്നൊന്നും ഇഷ്ടമില്ല. ഇവൾക്ക് യു കട്ട് വി കട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കട്ട് ചെയ്യും. പിന്നെ ഈ ഫ്രണ്ടിലേക്കൊക്കെ കട്ട് ചെയ്ത് വിടുന്നവർ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി. ഇനി ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള സമയം, ഇറങ്ങാനുള്ള സമയം ആവുന്നു. ഇനി ഫുഡ് കഴിച്ച് ബാക്കിയുള്ള ഫൈനൽ പാക്കിങ്ങും കൂടെ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു. സമയമുണ്ട്, നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്കും എറണാകുളത്ത് എത്തിയാൽ മതി. നമ്മുടെ കിങ്കു ആണെങ്കിൽ അവൾ എന്തോ പോകുന്ന രീതിയിലുള്ളൊരു ഹിൻഡ് കിട്ടിയതുപോലെയാണ്, അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാവോ എന്തോ അറിയത്തില്ല. അങ്ങനെ അവനാണെങ്കിൽ ഭയങ്കര വിഷമാണ്. ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിന് നന്നായിട്ട് ഭക്ഷണം കഴിക്കത്തില്ല. ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ നോക്കിയിരിക്കും വരുന്നതും തിരിച്ചു വരുന്നതും കാത്ത്. അതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി തലമുടി കൊടുക്കണം, 3 മണിയായി സമയം കേട്ടോ. അല്ല, തലമുടി ഇങ്ങനെ ഇടുന്നാൽ മതി. നിന്റെ അല്ല എൻ്റെ, ഒന്നും കാര്യം മാത്രം. ഉച്ചയൂണ് ഇന്ന് നേരത്തെയാണ്. സാധാരണ ഞങ്ങളൊരു 4 മണി 4:30 സമയത്താണ് ചോറ് കഴിക്കുന്നത്. കാരണം അത്താഴം കാര്യമായിട്ട് കഴിക്കാറില്ലാത്തത് കൊണ്ട് ആ ഒരു സമയത്താണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പോകേണ്ടത് കൊണ്ട് നേരത്തെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കറി ആയിട്ട് പയറ് തോരനുണ്ട്, പിന്നെ രാവിലത്തെ മുട്ടക്കറി ബാലൻസ് ഉണ്ടായിരുന്നു, അത് കുറച്ചുണ്ട്, പിന്നെ തൈരുണ്ട്, പിന്നെ അച്ചാറുകളുണ്ട്. അപ്പം യാത്ര പോകേണ്ടതായതുകൊണ്ട് വിശക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് കഴിക്കുന്നു എന്നേ ഉള്ളൂ. വയറ് നിറച്ച് കഴിക്കുന്നില്ല. ഊണ് കഴിക്കുന്ന സമയവും ഇതല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി പാക്ക് ചെയ്ത പെട്ടികളും ബാഗും എല്ലാം ഒന്ന് വണ്ടിയിലേക്ക് എടുത്ത് വെക്കുമായിരുന്നു ഞാൻ. അതാ ഇവിടെ ഉച്ചയായപ്പോൾ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയത് കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താളം തുള്ളി നിൽക്കുകയാണ്. സമയമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുമാണ് കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പച്ചയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നു ഈ സമയത്ത് പോകുന്നതുകൊണ്ട്. രാത്രിയിലാണെങ്കിൽ അപ്പച്ച വന്നേനെ, അല്ല വെളുപ്പിനെയാണ് നോർമലി പോകുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അപ്പച്ച വന്നേനെ. അപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് വരുന്നില്ല. കാരണം നമുക്ക് സമയമുണ്ട്, 8 മണിയാകുമ്പോൾ എറണാകുളത്ത് ചെന്നാൽ മതി. അപ്പോൾ മാസ്കൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. കോവിഡിൻ്റെ കേസസൊക്കെ ഇപ്പോഴും ഓരോന്നോരോന്നൊക്കെ പൊങ്ങി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിനിൽ ഒക്കെ മാസ്കും സാനിറ്റൈസറും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലോ നമ്മുടെ സേഫ്റ്റിക്ക്. അപ്പോൾ അങ്ങനെ ഫൈനൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ, അതായത് ഇനിയിപ്പോൾ കോഴ്സ് കഴിയാറായതുകൊണ്ട് സാധാരണ കൊണ്ടുപോകുന്ന പോലെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ബാഗിനൊക്കെ വെയിറ്റ് കുറവാണല്ലോ എന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. 5:35 5:50 ട്രെയിൻ ടൗണിലോട്ട്. 7 മണിക്ക് 7:15. എന്നാ വ്യത്യാസമായിരിക്കണം, മണിക്കൂർ. ഫോട്ടോ ചൂട് കൂടുതലാണ്.
8 മണിക്കാണ് എറണാകുളത്ത് നിന്ന് അവർക്കുള്ള ട്രെയിൻ. അപ്പോൾ എറണാകുളം വരെ എത്താനായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഈവനിങ് ടൈമിൽ 2-3 ട്രെയിനൊക്കെ ഉണ്ട്. അതിൽ ഏത് പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ആയിരുന്നു മുമ്പ് ഉണ്ടായത്. എറണാകുളം വരെ പോകാനായിട്ട് നമ്മൾ റിസർവ് ഒന്നും ചെയ്തിട്ടില്ല ടിക്കറ്റ്. ജനറലിൽ തന്നെയാണ് പോകുന്നത്. ജസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം എടുക്കുകയുള്ളല്ലോ. ഈ ഒരു സമയത്ത് തിരക്കായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നോർമലി അങ്ങനെയാണ് പോകുന്നത്. എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ഫ്രണ്ട്സ് എല്ലാവരും വരുന്നത്. അപ്പോൾ നമ്മൾക്കും ഒരു ധൈര്യമാണ്, എല്ലാവരും ഗ്രൂപ്പായിട്ടാണല്ലോ പോകുന്നത്, ഒറ്റയ്ക്കല്ലല്ലോ എന്നൊരു ധൈര്യം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്ത് വെച്ചു. എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഒരുങ്ങി ഇറങ്ങി നിൽക്കുമ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്നുള്ളത് അവൾക്ക് കുറച്ച് നിർബന്ധമാണ്. അതിനെക്കുറിച്ചാണ് മുമ്പേ പറഞ്ഞത്, 1-2 ഫോട്ടോസൊക്കെ എടുത്ത് തരാമോ എന്ന്. അപ്പോൾ ഞങ്ങൾ കുരിശൊക്കെ വരച്ച് സ്തുതിയൊക്കെ കൊടുത്ത് ഇറങ്ങുവാണ് കേട്ടോ. 1 മാസം അങ്ങനെ പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് സ്ട്രെസ് അടിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന റൂട്ട് നല്ല ട്രാഫിക് ആയിരിക്കും. ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പോൾ എനിക്ക് ട്രെയിനിൻ്റെ സമയം ശരിക്കും നമുക്കൊരു അരമണിക്കൂർ 40 മിനിറ്റ് മതി നമുക്ക് ഡ്രൈവ് ചെയ്ത് എത്താൻ വേണ്ടി. പക്ഷേ ഈ ഒരു സമയത്ത് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എങ്ങാനും ഡിലേ ആയാലോ, ട്രെയിൻ കിട്ടാതെ മിസ്സായി പോയാലോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവായിട്ട് എന്താ ചെയ്യേണ്ടേ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൺഫ്യൂഷനൊക്കെ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് കണക്കൂട്ടി ഇറങ്ങാറുള്ളൂ. പക്ഷേ പോകുന്ന സമയത്ത് വേറൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനിടയ്ക്ക് അവൾക്ക് കൊണ്ടുപോകാനുള്ള 1-2 സാധനങ്ങൾ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി, അതിൻ്റെ കൂടെ തന്നെ ഒരു ബേക്കറിയിലും കൂടെ കയറി കേട്ടോ, ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട്. അപ്പം യാത്ര ചെയ്യുമ്പം വയറ് നിറച്ച് ഇങ്ങനെ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്ക് ഐറ്റം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചിക്കൻ റോളാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് ടിഷ്യൂവും വെള്ളവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ പോവാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ട്രാഫിക് ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടില്ലായിരുന്നുവെങ്കിലും അങ്ങനെ സ്മൂത്തായിട്ടൊന്നും പോരാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല, നമുക്ക് സമയമുണ്ട്, സമയത്ത് തന്നെ ചെല്ലും കേട്ടോ. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് നല്ല ടെൻഷൻ അടിച്ച് പേടിച്ച് ഫുൾ AC-യിലിരുന്ന് വേർത്ത് കുടിച്ച് അതുപോലെ നെർവസ് ആയിട്ട് ഇപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥയിലിരുന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറ്റിയ പണിയേ അല്ല ഇത്. വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ബസ്സേ കയറി തിരിച്ച് വീട്ടിൽ പോയാലെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ആണ് നന്നായിട്ട് അറിയത്തില്ല, ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നൈറ്റ് എനിക്ക് ഡ്രൈവ് ചെയ്യാനേ ധൈര്യമില്ലായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട് എന്ത് ട്രാഫിക്കിലാണെങ്കിലും ഏത് നൈറ്റിലാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ പറ്റും. ഒത്തിരി പഴയ കാര്യമൊന്നുമില്ല കേട്ടോ, അത് ഈ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി കേട്ടോ, ടിക്കറ്റൊക്കെ എടുത്തു. ഇതിനിടയ്ക്ക് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ കോഫി മേടിച്ച് നിന്ന് പുറത്തുനിന്ന് കുടിച്ചിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അതിനാണെങ്കിൽ നല്ല തിരക്കായിരുന്നു, കയറിയില്ല. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം 10 മിനിറ്റ് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു 10 മിനിറ്റ് ഡിലേ ആയിരുന്നു. അങ്ങനെ കുറച്ച് സമയം കിട്ടി. അപ്പം വാഷ്റൂമിലൊക്കെ പോയി അവളൊന്ന് ഫ്രഷായി മുടിയൊക്കെ കെട്ടി വെച്ചു. അപ്പോഴത്തേക്കും എന്താ ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീക്കെൻഡിലൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കെന്ന്. പക്ഷേ വീക്ക് ഡേയ്സിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ട്രെയിനിലും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ജോസുവിനെ നമ്മൾ ബൈ പറഞ്ഞ് ട്രെയിൻ കയറ്റി വിട്ടു. ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ പതുക്കെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞായിരുന്നു. പക്ഷേ ട്രെയിനിലെ തിരക്ക് കണ്ടപ്പോൾ വന്ന് കണ്ണുനീരൊക്കെ എങ്ങോട്ടോ പോയി. അങ്ങനെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും എത്തുമ്പോഴത്തേക്കും അവളും അങ്ങോട്ട് എത്തും. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ എന്നാണ് തിരിച്ചു വരുന്നത് എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോകും. പിന്നെ എക്സാമാണ്, അത് കഴിയുമ്പോഴത്തേക്കും കോഴ്സും കംപ്ലീറ്റ് ആയി തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.